ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കോംബോ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കപ്പയും ബീഫുമാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഉണക്കക്കപ്പയാണ്, പച്ചക്കപ്പയല്ല. രണ്ടിനും റെസിപ്പി സെയിം ആണ്. ഞാനത് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കാം. ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന ഒരു 1 kg ബീഫാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ചെറിയ പീസ്, മീഡിയം പീസ്, അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യമുള്ളതുപോലെ എടുക്കാം. അപ്പോൾ ഇതിന് ആദ്യം വേണ്ടുന്നത് കുറച്ച് തേങ്ങാക്കൊത്ത്, ചെറിയുള്ളി, കറിവേപ്പിലയാണ്. അതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കാം. അതുപോലെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഗരം മസാല എന്ന് പറയുന്നത് വീട്ടിൽ തന്നെയുള്ള കുറച്ച് മസാലകൾ എടുത്ത് അരച്ചിരിക്കുന്നതാണ്. അതിന് പകരം നമുക്ക് മീറ്റ് മസാല അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലയോ ഏത് വേണേലും എടുക്കാം. അതിൻ്റെ അളവും പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നാച്ചുറലായിട്ട് വീട്ടിലുള്ളത് കൊണ്ട് ഞാനത് അരച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആദ്യം നമ്മൾ തേങ്ങാക്കൊത്താണ് ഇടേണ്ടത്. തേങ്ങാക്കൊത്ത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്യണം. അതിന് ചെറിയുള്ളി നമ്മൾ ആദ്യം ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ ചെറിയുള്ളിയുടെ വെള്ളം ഇറങ്ങി തേങ്ങാക്കൊത്ത് പിന്നെ അത് ഫ്രൈ ആകത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ ആയ ശേഷം ചെറിയുള്ളി ഇട്ട് ഫ്രൈ ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അതായത് ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉള്ളി വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസും സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇടുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി അല്ല ഇട്ടത്, വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ഇഞ്ചി ഇട്ടു. ഇഞ്ചിയും ഇതുപോലെ നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഇളക്കിയ ശേഷം നമുക്ക് തീ കുറച്ച് വെക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഓരോരോ പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇടുന്നത് മുളക് പൊടിയാണ്. ഇത് കശ്മീരി ചില്ലിയും സാധാരണയും കൂടെയുള്ള മിക്സാണ്, കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. തീ എപ്പോഴും നമ്മൾ സിമ്മിൽ വേണം വെക്കാൻ പൊടികൾ ഇടുമ്പോൾ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. പൊടികളും ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടിയുടെയും പച്ചമണം മാറണം. അത് നന്നായിട്ടൊന്ന് മൂക്കുകയും വേണം. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി മുമ്പേ കുറച്ചിട്ടതാണ്, എങ്കിലും കുറച്ചും കൂടി ഇടാനുണ്ടായിരുന്നു. മുമ്പേ കുറച്ചേ ഇട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഇട്ട ശേഷം കുരുമുളക് പൊടിയും കൂടി ഇടാം. അപ്പോൾ കുരുമുളക് പൊടി ഒരു ടീസ്പൂണാണ് ഇടുന്നത്. 1/2 ടീസ്പൂണോളം ഇട്ടാലും കുഴപ്പമില്ല. എരിവിനനുസരിച്ച്, ഓരോരുത്തരുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. അതും കൂടി ഇട്ട ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല പേസ്റ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയോ മീറ്റ് മസാലയോ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ അരച്ച് വെച്ചിരിക്കുന്നതാണ് ചേർക്കുന്നത്. അത് നന്നായിട്ട് അതിൻ്റെയും പച്ചമണം മാറുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫും ഇട്ട് കൊടുത്ത ശേഷം ഈ മസാലയിൽ ഇത് നന്നായിട്ട് പിടിക്കണം. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക വേണം. എങ്കിൽ മാത്രമേ ഓരോരോ പീസിലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി ചേർത്ത് ഇളക്കുക. തീ കുറച്ച് തന്നെ ഇടുക എപ്പോഴും, അല്ലെങ്കിൽ വേഗം ആ മസാലയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് സിമ്മിൽ തന്നെ ഇടുക. അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് ഇതിലേക്ക്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. ഇപ്പോൾ കുറച്ചിട്ടാൽ മതി, നോക്കിയിട്ടിടാം. കൂടിപ്പോയ പ്രശ്നമാണ്, അതുകൊണ്ട് കുറച്ച് തന്നെ ഇടുക. അതിനുശേഷം നമുക്ക് കറി ആയ ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വീണ്ടും ഇടാം. കറിവേപ്പിലയും ഉപ്പും ഇട്ടു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇത് മാറ്റി കുക്കറിലേക്ക് വെക്കുന്നുണ്ട്. കാര്യം ബീഫിന് നല്ല വേവുള്ളതുകൊണ്ട് ഈ പാത്രത്തിൽ ഗ്യാസിൽ വെച്ചാൽ അത് പെട്ടെന്ന് വേവത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഞാനിതിപ്പോൾ കുക്കറിലേക്ക് മാറ്റി. കുക്കറിൽ ഒരു 6 വിസിലോളം വേണം ബീഫ് വേവാനായിട്ട്. ബീഫിന് നല്ല വേവുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫിനനുസരിച്ചായിരിക്കും വേവിന് വ്യത്യാസം ഉണ്ടാകും. ഞാനിപ്പോൾ ഒരു 6 വിസിലോളം വെക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് കപ്പ ശരിയാക്കാം. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിരിക്കുന്ന പോലെ കപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു 30 മിനിറ്റോളം, ഒരു അരമണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് കുതിരാൻ വേണ്ടിയിട്ടാണ്. പച്ചക്കപ്പയാണെങ്കിൽ ചെറുതായിട്ട് നുറുക്കിയെടുത്ത് കഴുകിയെടുത്താൽ മതി. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ നമ്മളിത് വേകാൻ വേണ്ടിയിട്ട് വെക്കുക.
വേഗം തന്നെ വെന്തോളും. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് വേകും. ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കുക, നല്ല തിള വരുമ്പോൾ അത് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിന് വേണ്ടുന്നത് ഇനി അരപ്പാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ വേണം, തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, ഞാൻ ഇവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില. ഇത് ഇത്രയാണ് വേണ്ടുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് കാന്താരി എടുക്കാം, അതല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരിഞ്ഞു പോകരുത്. ഈ കാണുന്നൊരു കൺസിസ്റ്റൻസിയിൽ അത് അരച്ചെടുക്കുക. അരച്ച ശേഷം നമ്മൾ ഈ കപ്പയിലെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ആ കപ്പയിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇളപ്പിടുക. ഉപ്പ് പാകത്തിന് ഇടാൻ പാടുള്ളൂ, കൂടിപ്പോയ പ്രശ്നമാണ്. അപ്പോൾ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതാണ് ഇതിൻ്റെ പരുവമായിട്ട് വരുന്നത്. നമ്മുടെ കപ്പ റെഡിയാണ്. ഇനി നമുക്ക് ബീഫിലേക്ക് കിടക്കാം. ബീഫിനെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിടും. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷമേ കടുകിടാവുള്ളൂ, എങ്കിലേ കടു പൊട്ടി വരത്തുള്ളൂ. കടു നന്നായിട്ട് പൊട്ടി വന്ന ശേഷം അതിലേക്ക് കുറച്ച് ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ഇത് നന്നായിട്ട് ഇളക്കുക. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഗ്രേവി രൂപത്തിൽ വേണമെങ്കിൽ എടുക്കാം, റോസ്റ്റായിട്ട് എടുക്കാം. ഞാനിതിപ്പം കുറച്ച് ഒരു സെമി ഗ്രേവി എന്നുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അത് മാറ്റാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ്സ് ഇടുക. ഇപ്പോൾ നമ്മുടെ കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സ്വാദുള്ളതാണ്. മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് രണ്ടും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്